നിങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പ്ലാൻ ചെയ്യുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ആ ട്രിപ്പിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട വേറെ 4 അട്രാക്ഷൻ കൂടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. എൻട്രൻസിൽ നിന്ന് ഏകദേശം 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തെത്തും. പിന്നീട് ഒരു 10-15 മിനിറ്റ് ഈ കല്ലിട്ട പാതയിലൂടെ നടന്നാലേ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തെത്തുകയും നല്ല വ്യൂ കിട്ടുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ചൂടുള്ള കാലത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ബോട്ടിൽ കരുതിക്കൊള്ളുക. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ചാപ്ര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയായിരുന്നു. അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണിത്. ചെറുതാണെങ്കിലും ഇത് വളരെ ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. ഇവിടെ അലോക്കേറ്റഡ് കാർ പാർക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ ഈ വെള്ളച്ചാട്ടം കാണാവുന്നതാണ്. വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഏഴാറ്റുമുഖം സസ്പെൻഷൻ ബ്രിഡ്ജും സിൽവർ സ്റ്റോം തീം പാർക്കും ഇവിടെ നിന്ന് ഒട്ടും ദൂരത്തിലല്ല. ഇതുപോലുള്ള ട്രാവൽ വീഡിയോകൾക്കായി എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ട്രിപ്പിൻ്റെ ഫുൾ ഐറ്റിനറി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.